വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സോ മക്കളെ, നമ്മളുടെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഡിസ്ക്രൈബിംഗ് മോഷൻ അറൌണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു പോർഷൻ ആണ് ഗ്രാഫിന്റെ ഭാഗം. സോ അതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് ഗ്രാഫുകളെ പരിചയപ്പെടും. അത് മാത്രമല്ല, അതിൽ നിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ വെൽക്കം ടു ദ ക്ലാസ്. മക്കളെ, ഇതാ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് രണ്ട് ടൈപ്പ് ഗ്രാഫുകളാണ്. ഒന്നാണ് പൊസിഷൻ ടൈം ഗ്രാഫ്, അതാണ് നമ്മുടെ ST ഗ്രാഫ് എന്ന് പറയും. ഓക്കെ, ഇവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റോ ഡിസ്റ്റൻസ് ഒക്കെയാണ് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് വെലോസിറ്റി ടൈം ഗ്രാഫ്, VT ഗ്രാഫ് എന്ന് പറയും. ഓക്കെ, ഇനി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ST ഗ്രാഫിൽ നിന്നും നിങ്ങൾ സ്ലോപ്പ് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി കണ്ടെത്താൻ പറ്റും. എന്താ കിട്ടുക? വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് കിട്ടും. നെക്സ്റ്റ് ആണ് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും ഇതേ സ്ലോപ്പ് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ആക്സിലറേഷൻ ആയിരിക്കും. എന്താ കിട്ടുക? ആക്സിലറേഷൻ. നെക്സ്റ്റ് ഒരു കാര്യം കൂടി ഉണ്ട്, ഈ ഗ്രാഫിന്റെ ഏരിയ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. എന്താണ് കിട്ടുക? ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഓരോ സെഷനിൽ ഓരോരോ ടൈപ്പ് ചോദ്യങ്ങളായിട്ട് നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി. സോ ഗൈസ്, നമുക്ക് ഇവിടെയുള്ള ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. കുറച്ച് ഗ്രാഫുകൾ തന്നിട്ട് നമ്മോട് ചോദിക്കും, നമ്മളോട് നേച്ചർ തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് ദ ഗ്രാഫ്സ് ഗിവൻ ബിലോ? നമുക്ക് തന്നിട്ടുള്ള ഗ്രാഫിന്റെ നേച്ചർ നമ്മൾ പറയണം. ഓക്കെ, അപ്പൊ നമ്മൾ ഗ്രാഫുകൾ ടോട്ടലി നമുക്ക് ഇത്രയേ പഠിക്കാനുള്ളൂ. അതായത് നേച്ചർ ചോദിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെയൊക്കെ ഓരോ പേരുകളും നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. VT ഗ്രാഫിൽ ഇതാ ഈ 3 ഉണ്ട്, ST ഗ്രാഫിലാണെങ്കിൽ ഈ 2 ഉണ്ട്. ഓക്കെ, റെഡി? സോ അങ്ങനെയാണെങ്കിൽ ഇതാ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. സോ ഇതാണ്, അതായത് നമ്മുടെ VT ഗ്രാഫില് ഈ ഒരു ഷേപ്പ് ഉള്ള ഗ്രാഫ്, ഈ ഒരു ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഇവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് യൂണിഫോം വെലോസിറ്റി എന്ന് വിളിക്കും. യൂണിഫോം വെലോസിറ്റി, യൂണിഫോം ഇട്ട വെലോസിറ്റി അല്ലെ. യൂണിഫോം എന്തിനാ നമ്മൾ സ്കൂളിൽ ഇടുന്ന? എല്ലാവരും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് അല്ലെ. യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഓരോ പോയിന്റിനും വെലോസിറ്റി എന്താണ്? സെയിം ആണ്. നിങ്ങൾ 1 സെക്കൻഡിൽ നോക്കൂ, വെലോസിറ്റി എത്രയാണ്? നമുക്കിവിടെ വാല്യൂ കൊടുക്കാം. 10, 20, 30 അങ്ങനെ പോവാം കേട്ടോ. ഇവിടെ ആണെങ്കിൽ 0. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ സെക്കൻഡിൽ എത്രയാ വെലോസിറ്റി? 20 മീറ്റർ ബൈ സെക്കൻഡ്. നിങ്ങൾ മൂന്നാമത്തെ ടൈമിൽ നോക്കൂ, വെലോസിറ്റി എത്രയാ? 20 മീറ്റർ ബൈ സെക്കൻഡ്. നാലാമത്തെ സെക്കൻഡിൽ നോക്കൂ, വെലോസിറ്റി എത്രയാണ്? 20 മീറ്റർ ബൈ സെക്കൻഡ്. നിങ്ങൾ ഏത് സമയം എടുത്ത് നോക്കുമ്പോഴും വെലോസിറ്റി ഈസ് ദ സെയിം. സോ ഇങ്ങനെയുള്ള ഗ്രാഫാണ് യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ആണ് ഇതുപോലെ നമ്മളുടെ VT ഗ്രാഫ് ഇതുപോലെ കുത്തിന് മുകളിലേക്ക് കയറി പോവാണ്. ഇത് നോക്കുമ്പോഴേ നമുക്കറിയാം. നമ്മൾ ടൈം കൊടുക്കാണ് 1, 2, 3, 4. ഇവിടെ ആണെങ്കിൽ നമ്മൾ 10, 20, ഇതൊക്കെ ഞാൻ വെറുതെ കൊടുക്കുന്ന നമ്പർ ആട്ടോ. നോക്കൂ, ഇവിടെ ഒന്നാമത്തെ സെക്കൻഡിൽ എത്രയാണ്? നമുക്ക് 10 ആണ് അല്ലെ. രണ്ടാമത്തെ സെക്കൻഡിൽ 20 ആണ്. മൂന്നാമത്തെ സെക്കൻഡിൽ 30 ആണ്. അപ്പൊ ഓരോ സമയത്തും വെലോസിറ്റി കൂടി വരികയാണ്. വെലോസിറ്റി കൂടുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ. എന്താണ് ആക്സിലറേഷൻ? ഇവിടെ നമ്മൾ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ യൂണിഫോം ആക്സിലറേഷൻ എന്ന് വിളിക്കാൻ പറ്റും കേട്ടോ. എന്താണ് യൂണിഫോം ആക്സിലറേഷൻ എന്ന് നമുക്ക് ഈ ഒരു ഗ്രാഫിനെ വിളിക്കാൻ പറ്റും. അതായത് എല്ലാ പോയിന്റിലും ആക്സിലറേഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇവിടെ നിങ്ങൾ ഏതൊരു പോയിന്റ് 1, 2, 3 അങ്ങനെ ഞാൻ വെറുതെ വാല്യൂ കൊടുക്കുകയാണ്. 10, 20, 30, 40. ഓക്കെ, ഇവിടെ നിങ്ങൾ തന്നെ നോക്കണം. ഒന്നാമത്തെ സെക്കൻഡിൽ നമുക്ക് 30 ആണ് നമുക്ക് വെലോസിറ്റി കിട്ടുന്നത്. ഈ രണ്ടാമത്തെ സെക്കൻഡിൽ നോക്കുമ്പോൾ നമുക്ക് 20 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് വെലോസിറ്റി. മൂന്നാമത്തെ സെക്കൻഡിൽ നോക്കുമ്പോൾ വീണ്ടും അത് 10 ആയിട്ട് കുറഞ്ഞു. 30, 20 ആകുന്നു. 20, 10 ആയിട്ട് അങ്ങനെ കുറഞ്ഞു വരികയാണ്. വെലോസിറ്റി ഇവിടെ കുറയാണ്. അതായത് ആക്സിലറേഷന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് പറയാം ആക്സിലറേഷൻ ഡിക്രീസസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം റിട്ടാർഡേഷൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ യൂണിഫോം റിട്ടാർഡേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഗ്രാഫിനെ വിളിക്കാം കേട്ടോ. അപ്പൊ ഗ്രാഫിന്റെ നേച്ചർ മനസ്സിലാക്കുക. ഇത് റിട്ടാർഡേഷൻ ആണ്. അല്ലെങ്കിൽ ആ വേർഡ് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളോട് അത് പ്രത്യേകം പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക, ആക്സിലറേഷൻ ഡിക്രീസസ് എന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നെക്സ്റ്റ് ആണ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഗ്രാഫിന്റെ നേച്ചർ തിരിച്ചറിയുക എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. നോക്കിയോ, നിങ്ങളുടെ A to B എന്താ നേച്ചർ, B to C എന്താണ്, C to D എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, നമ്മുടെ നേരത്തെ പറഞ്ഞ ഗ്രാഫിൽ 2 ഗ്രാഫിന്റെ നേച്ചർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലല്ലോ എന്നല്ലേ. ഇത് നിങ്ങളുടെ ഹോംവർക്ക് ആണ്. ഇവിടെ നമ്മുടെ ST ഗ്രാഫില് നമ്മുടെ ഷേപ്പ് ഇതുപോലെയാണെങ്കിൽ മക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് യൂണിഫോം മോഷൻ ആണ് കേട്ടോ. യൂണിഫോം മോഷൻ ആണ്.
നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് ഹോംവർക്ക് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് തരാം. ഓക്കെ, റെഡി? സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോവാം. ആൻഡ് ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ. എ ടു ബി എന്താണ്, ബി ടു സി എന്താണ്, സി ടു ഡി എന്താണ്, നേച്ചർ ഓഫ് ദ ഗ്രാഫ് എന്ന് തിരിച്ചറിയാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഡിസ്കസ് അനുസരിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനെ കണ്ടെത്താൻ പറ്റും. എ ടു ബി നമുക്ക് ആദ്യം നോക്കാം. ഇത് എന്ത് ഗ്രാഫാണ്? ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് അല്ലെ. വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഇതാ ഇങ്ങനെ കുത്തനെ മുകളിലേക്ക് പോകുന്നത് നമ്മൾ പഠിച്ചതല്ലേ. അത് ഇങ്ങനെ കുത്തനെ മുകളിലേക്ക് പോകുന്നത് എന്താണ്? ആക്സിലറേഷൻ ആണ് സംഭവിക്കുന്നത് അല്ലെ. എന്താണ്? ആക്സിലറേഷൻ ആണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം എ ടു ബി എന്താണ്? ആക്സിലറേഷൻ ആണ്. കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമുക്ക് പറയാം, അത് സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് തന്നെ യൂണിഫോം ആക്സിലറേഷൻ ആണ്. യൂണിഫോം ആക്സിലറേഷൻ ആണ് അല്ലെ, ആക്സിലറേഷൻ. നെക്സ്റ്റ് ബി ടു സി. ആൻഡ് ബി ടു സി നമുക്ക് കാണാം ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലെ. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ ഉള്ള ഗ്രാഫ് നമ്മൾ പഠിച്ചതാണല്ലോ. നോക്കണേ, ഇതാ ഈ ഒരു ഗ്രാഫാണ് അല്ലെ. നോക്കണേ, യൂണിഫോം വെലോസിറ്റി ആവുന്ന കേസിൽ നമുക്കറിയാം ഈ വി ടി ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയില്ലേ, പാരലൽ ടു ദ എക്സ് ആക്സിസ് അല്ലെ. ഇതിനെയാണ് നമ്മൾ പറയാ യൂണിഫോം വെലോസിറ്റി. അതല്ലേ നമുക്ക് ഇവിടെയുള്ള ബി ടു സി എന്ന് പറയുന്നത്. നോക്കണേ, ബി ടു സി എന്താണ്? യൂണിഫോം വെലോസിറ്റി എന്ന് നമുക്ക് വിളിക്കാം അല്ലെ, യൂണിഫോം വെലോസിറ്റി. നെക്സ്റ്റ് സി ടു ഡി ആണ്. നോക്കണേ, സി ടു ഡി എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ വെലോസിറ്റി കുറഞ്ഞു വരികയാണ് അല്ലെ. ഇതൊരു ഡിക്രീസിങ് ആയിട്ടാണ് വരുന്നത്. വെലോസിറ്റി കുറയുന്നത് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? റിട്ടാർഡേഷൻ. ഇനി അത് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വെലോസിറ്റി ഡിക്രീസസ് എന്ന് പറഞ്ഞാലും മതി കേട്ടോ, ഒരു പ്രശ്നമല്ല. ഓക്കെ, നമുക്ക് പറയാം ഇവിടെ വെലോസിറ്റി എന്താണ്? ഡിക്രീസസ്, അല്ലെങ്കിൽ അതാണ് ഡീസലറേഷൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം ആക്സിലറേഷൻ എന്താണ് അല്ലെ, കുറയുന്ന. ആക്സിലറേഷന്റെ മറ്റൊരു നെഗറ്റീവ് ആക്സിലറേഷൻ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക, അല്ലെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം റിട്ടാർഡേഷൻ കേട്ടോ. ഇതൊക്കെ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. സെറ്റ് ആണല്ലോ. ഇനി ആക്സിലറേഷൻ, ഇപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇവിടെ ഇതിന്റെ പകരം നമുക്ക് വേണമെങ്കിൽ വെലോസിറ്റി ഇൻക്രീസസ് എന്ന് എഴുതാൻ പറ്റുമോ? പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ വെലോസിറ്റി ഇൻക്രീസസ് എന്ന് എഴുതാം. ഇവിടെ നമുക്ക് എന്താ എഴുതാം? വെലോസിറ്റി കോൺസ്റ്റന്റ്. ഇതൊക്കെ എഴുതിയാലും നേച്ചർ ഓഫ് ദ ഗ്രാഫ് തന്നെയാണ്. അല്ലാതെ അതിന് യൂണിഫോം ആക്സിലറേഷൻ, യൂണിഫോം അങ്ങനെ പറയണമെന്ന് യാതൊരു ആവശ്യമില്ല കേട്ടോ. കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആൻഡ് ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ ഫോർ യു. വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് ദിസ് ഗ്രാഫ്? എസ് ടി ഗ്രാഫ് ആണ്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ടൈം ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പൊസിഷൻ എവിടെയാണ് നോക്കുക, നന്നായിട്ട് നോക്കുക. പൊസിഷൻ ഈസ് സെയിം അല്ലെ. ഒന്നാമത്തെ സെക്കൻഡിലും കാർ എവിടെയാണ്, രണ്ടാമത്തെ സെക്കൻഡിലും കാർ എവിടെയാണ്, മൂന്നാമത്തെ സെക്കൻഡിലും കാർ എവിടെയോ നിർത്തിയിട്ടിരിക്കുകയാണ് അല്ലെ. സോ വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് ദ ഗ്രാഫ്? കമന്റ് ബിലോ. ഇത് മാത്രമല്ല, ഗ്രാഫുമായി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകും. സോ ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ട് വി ടി ഗ്രാഫ്, എസ് ടി ഗ്രാഫ്, ഏരിയ കാണാനോ ഗ്രാഫ് വരയ്ക്കാനോ അങ്ങനെ ഒരുപാട് കൺസേൺസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം, നമുക്കത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്. ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.